അസ്സലാമു അലൈക്കും. ഇനി 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഹൈറുവിൻ്റെ നിക്കാഹാണ്. ഉപ്പയുടെയും ഉമ്മയുടെയും വേർപാടിൻ്റെ നോവിൽ നിന്ന് ആ പെൺകുട്ടികൾ കയറിയിട്ടില്ലെങ്കിലും ഒരു പെൺകുട്ടിയെ അങ്ങനെ അങ്ങ് ഇറക്കി വിടാനൊക്കുമോ? ചെന്ന് കയറിയ വീട്ടിൽ ആ പെൺകുട്ടിക്ക് വിലയുണ്ടാവണമെങ്കിൽ കുറച്ച് സ്വർണമെങ്കിലും വാങ്ങിക്കണം. സ്ത്രീധനമായിട്ടൊന്നും ചോദിച്ചില്ലെങ്കിലും കൈയും കാതുമൊക്കെ ഒഴിച്ചിട്ട് അവളെ അങ്ങോട്ട് ചെന്ന് കയറ്റുമ്പോൾ അവർക്കിടയിൽ മുറുമുറുപ്പുണ്ടാകില്ലേ? ഇന്നല്ലെങ്കിൽ നാളെ അവരത് എടുത്തു പറയുമ്പോൾ അവൾക്കതൊരു വേദനയാവും. ഐഷുമ്മ അവരുടെ അഭിപ്രായം പറഞ്ഞു. വളരെ കുറഞ്ഞ ദിവസമേ ആ പെൺകുട്ടികളുടെ കൂടെ നിന്നിട്ടുള്ളൂ എങ്കിലും ഐഷുമ്മക്ക് അവരോട് വല്ലാത്തൊരു അടുപ്പമുണ്ട് ഇപ്പോൾ, നഷ്ഫിയോട് പ്രത്യേകിച്ചും. ഉമ്മ പറയുന്നത് ശരിയാണെന്ന് ഷിബിലിക്കും തോന്നി. അലിക്കയുടെ മോൾക്ക് തൻ്റെ വകയായി എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെന്ന് അവനും നേരത്തെ തീരുമാനിച്ചു വെച്ചതായിരുന്നു. എങ്കിലും ഉമ്മ, ഞാൻ കാശ് തരാം. ഉമ്മ അവരെ കൂട്ടി ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചോളൂ കേട്ടോ. അവൾക്ക് നാളെ ഉടുക്കാനുള്ള ഡ്രസ്സ് നമ്മുടെ ഷോപ്പിൽ നിന്ന് എടുക്കാം. അവൻ മറ്റൊന്നും ചിന്തിക്കാതെ പറഞ്ഞു. അത് പറ്റില്ല ഷിബിലി, നീയും കൂടെ വാ. നിനക്ക് സൗകര്യപ്പെടുന്നൊരു സമയത്ത് നമുക്ക് അവരെയും കൂട്ടി പോവാം. ഐഷുമ്മ അങ്ങനെയാണ് പറഞ്ഞത്. ഇക്കാര്യത്തിൽ ഉമ്മയെ എതിർക്കാൻ അവനും തോന്നിയില്ല. കാരണം ആ പ്രിയപ്പെട്ട മനുഷ്യൻ തന്നെ. ബാപ്പയുടെ സ്ഥാനത്ത് കണ്ടിരുന്ന അയാളുടെ മക്കൾ തനിക്കിന് പെങ്ങന്മാർ പോലെയാണ്. ആയിക്കോട്ടെ ഉമ്മ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ശേഷം വരാം. ഉമ്മ അവരെ വിളിച്ചൊന്ന് ഒരുങ്ങി നിൽക്കാൻ പറയട്ടോ. ഷിബിലിയുടെയും ഐഷുമ്മയുടെയും സംസാരത്തിന് കാതോർത്ത് നിൽക്കുമ്പോൾ സിന്നൂരയുടെ ചുണ്ടിലൊരു ചിരിയെത്തി നിന്നു. ഇതുപോലൊരു അവസരം ഇനി ഒത്തുകിട്ടില്ല. ഐഷുമ്മയും ഷിബിലിയും അങ്ങ് പോയാൽ അവരെന്തായാലും രാത്രി എത്തുമെന്ന് ഉറപ്പാണ്. പിന്നെയുള്ളത് സാബറയും മോളൂട്ടിയാണ്. അവരുടെയൊക്കെ കണ്ണു വെട്ടിച്ച് എങ്ങനെയെങ്കിലും റസിയെ രാത്രി വീടിന് പുറത്തിറക്കണം. അവൾ ഓരോ കാര്യവും മനസ്സിൽ കണക്ക് കൂട്ടിവെച്ചു. ഷോപ്പിൽ ഇരിക്കുമ്പോഴൊക്കെ ഷിബിലിയുടെ മനസ്സ് വീട്ടിൽ തന്നെയായിരുന്നു. ഒരാഴ്ചയായി തിരക്കാണ്. അതിനിടയിൽ മോളൂട്ടിയെയും റസിയെയും കാണാൻ പോലും സമയം കിട്ടാറില്ല. തൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അവർ രണ്ടുപേരും ഉറങ്ങിയിട്ടുണ്ടാവും. എന്നാലും വെറുതെ ആ മുറിയിൽ ചെന്ന് അവരെ നോക്കി നിൽക്കുന്നൊരു പതിവുണ്ട്. ഹൈറുവിൻ്റെ നിക്കാഹ് കൂടി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ തിരക്കൊഴിയല്ലോ. എന്നിട്ട് വേണം റസിയയുമായി ചെറിയൊരു അടുപ്പമെങ്കിലും ഉണ്ടാക്കാൻ. മോളൂട്ടിയുടെ ആഗ്രഹം പോലെ അവളുടെ മേമയും അവളെയും കൂട്ടി ഔട്ടിങ്ങിന് പോകണം. അവളുടെ മനസ്സറിയണം. അവളുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് ചോദിച്ചറിയണം. ഇതിപ്പോൾ തന്നെ ഒന്ന് അടുത്ത് കാണുമ്പോഴേക്കും ആ പെണ്ണ് വിറക്കാൻ തുടങ്ങും. പിന്നെ എങ്ങനെ അവളോട് സംസാരിക്കുക? വല്ലാത്തൊരു പെണ്ണാണ്. ഓരോന്നോർത്തങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിൽ നിറഞ്ഞതൊക്കെയും ആ പാവം പൂച്ചക്കുഞ്ഞ് തന്നെയായിരുന്നു. അവളെ ഓർക്കുമ്പോൾ മാത്രം ആ കണ്ണുകളൊന്ന് തിളങ്ങാറുണ്ട്. പ്രണയത്തിൻ്റെ തിളക്കം. ആരോടും പറയാതെ അവൻ്റെ ഉള്ളിൽ മാത്രം പൂത്തു തളിർത്തൊരു പ്രണയത്തിൻ്റെ തിളക്കം. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഷിബിലി വീട്ടിലേക്ക് വന്നു. ഹാളിലൊന്നും ആരെയും കാണാതെ അവൻ അടുക്കളയിലേക്കൊന്ന് പാളി നോക്കി. അവിടെ റസിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ എന്തോ പണിയിലാണ്. അവളെ ഇങ്ങനെ തനിച്ചു കണ്ടപ്പോൾ കള്ളത്തരം കാണിക്കാൻ മനസ്സ് കൊതിച്ചു. വെറുതെ അവളുടെ അടുത്ത് നിൽക്കാൻ. തന്നെ കാണുമ്പോൾ ആ മിഴികൾ വെപ്രാളം കൊണ്ട് പിടയുന്നത് കാണാൻ. താൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിന് മറുപടിയായുള്ള പതിഞ്ഞ കിളിക്കൊഞ്ഞൽ കേൾക്കാൻ. ഈ മനസ്സിന് എന്തൊക്കെ മോഹങ്ങളാണ്! പിറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി അവൻ കള്ളം ചെയ്യുന്ന കുട്ടിയെപ്പോലെ പതിയെ അടുക്കളയിലേക്ക് നടന്നു. അവനൊന്ന് തൊണ്ടനക്കിയതും ഞെട്ടിവിറച്ചൊരു നോട്ടമായിരുന്നു ആ പെണ്ണ്. ആ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി മറ്റെല്ലാം മറന്ന് ഭ്രമിച്ചു നിന്നുപോയി ഷിബിലി ആ നിമിഷം. അവൻ്റെ നോട്ടം കണ്ട് ശ്വാസമെടുക്കാൻ പോലും കഴിയാതെ അവളും. ഇന്നെന്താ കഴിക്കാൻ റസിയ? അടർന്നു മാറാൻ വിസമ്മതിക്കുന്ന കണ്ണുകളെ വലിച്ചടർത്താൻ മുഖത്തൊരു ഗൗരവം വരുത്തി ചോദിച്ചു. ഒപ്പം അടച്ചുവെച്ച കറിപ്പാത്രത്തിൻ്റെ മൂടി ഒന്ന് തുറന്നു നോക്കി. നല്ല ചിക്കൻ കറിയുടെ മണം മൂക്കിലേക്കെത്തി. ചിക്കനാണല്ലേ? അല്ല, മോളൂട്ടി എവിടെ? അവളെവിടെയൊന്നും കാണുന്നില്ലല്ലോ. അവരൊക്കെ എവിടെ? നേരത്തെ നിന്നതുപോലെ തന്നെ നെട്ടിലോടെ നിൽക്കുന്നവളെ നോക്കി ചോദിച്ചു ഷിബിലി. എന്തോ ആ പെണ്ണിനെ കാണുമ്പോൾ ഹൃദയം താളം തെറ്റി മിടിക്കുന്നത് പോലെയാണ്. മോളൂട്ടി ഇത്തയുടെ കൂടെയുണ്ട് ഷിബിക്ക. മുഖം താഴ്ത്തി അത്രയും പതിഞ്ഞു പോയൊരു ശബ്ദത്തിൽ അവൾ പറഞ്ഞു. ഇനിയും ഇവിടെ നിന്നാൽ തൻ്റെ ഉള്ളിലെ കള്ളത്തരം അവൾ അറിയുമോ എന്ന് ഭയന്നത് കൊണ്ടാവണം പിന്നൊന്നും ചോദിക്കാതെ അവൻ തിരിഞ്ഞു നടന്നത്. എന്നാൽ അവൻ അടുത്തു വരുമ്പോൾ എന്തിനെന്നറിയാത്തൊരു വെപ്രാളം തന്നെ പൊതിയുന്നുണ്ടെങ്കിലും അവൻ പോവുകയാണെന്ന് കണ്ടതും ഹൃദയത്തിൽ വെറുതെയൊരു നിരാശ പടരുന്നത് റസിയ അറിഞ്ഞു.
കാരണം അവളുടെ ഉള്ളിലുമുണ്ടല്ലോ അവനോടൊരു കുഞ്ഞു ഇഷ്ടം. അവൾക്ക് എങ്ങനെ അവനോട് ഇഷ്ടം തോന്നാതിരിക്കും? 20 വയസ്സിനിടയ്ക്ക് അവൻ അവളെ സ്നേഹിച്ചതുപോലെ മറ്റാരും അവളെ സ്നേഹിച്ചിട്ടില്ലല്ലോ. അവനും അവൻ്റെ കുടുംബവും വെച്ച് നീട്ടിയ കരുതലും വാത്സല്യവും സ്വന്തം വീട്ടിൽ നിന്ന് പോലും അവൾ അനുഭവിച്ചിട്ടില്ലല്ലോ. ഇതുവരെ താൻ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാൻ മനസ്സ് കാണിക്കാത്ത വീട്ടുകാരെക്കാളും എത്രയോ ഭേദമാണ് ഷിബിലി. അവളൊന്ന് മരിക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും ആ കണ്ണുകളിൽ അവൾക്ക് വേണ്ടി കണ്ണുനീർ പൊടിഞ്ഞില്ലേ? അതുകൊണ്ടൊക്കെ ആയിരിക്കും എത്ര വേണ്ടെന്ന് ചൊല്ലിപ്പഠിപ്പിച്ചും ഹൃദയം അവനിൽ മാത്രം കൊളുത്തി കിടക്കുന്നത്. തൻ്റെ പരിമിതികളെല്ലാം മറന്ന് അവനെ പ്രേമിക്കുവാൻ തിടുക്കം കൂട്ടുന്നത്. അവളുടെ കണ്ണുകൾ എപ്പോഴും അന്വേഷിക്കുന്നത് അവനെയാണ്. രാത്രി അവൻ വരുവോളം ഉറങ്ങാതെ കാത്തിരിക്കുന്നതും അവനെ ഒരു നോക്ക് കാണുവാനാണ്. എന്നിട്ട് അവനിത്ര അടുത്ത് വന്നിട്ട് പെട്ടെന്നങ്ങ് പോകുന്നത് കണ്ടപ്പോൾ പേരറിയാത്തൊരു കുഞ്ഞു നൊമ്പരം അവളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചിരുന്നു. അവനറിയാതെ എത്ര മനോഹരമായിട്ടാണ് അവൾ അവനെ പ്രണയിക്കുന്നത്. ചോറ് വിളമ്പട്ടെ? അവനങ്ങ് പോകാൻ തുടങ്ങിയതും റസിയ ചോദിച്ചു. ഇത്തവണ നെട്ടിയത് ഷിബിലയാണ്. അവളെങ്ങനെ ചോദിച്ചോ അതോ തൻ്റെ തോന്നലാണോ എന്നറിയാതെ അവൻ തിരിഞ്ഞു നോക്കിയതും ചോദിക്കണ്ടായിരുന്നുവെന്ന് തോന്നി റസിയക്ക്. എന്താ, താൻ എന്നോട് എന്തെങ്കിലും ചോദിച്ചോ? വീണ്ടും ആ ശബ്ദമൊന്ന് കേൾക്കാൻ ചെക്കന് തോന്നി. ചോറ് വിളമ്പട്ടെ എന്ന്. ഷാളിൻ തുമ്പ് തിരിച്ചു പിടിച്ചുകൊണ്ട് അറിയാതെ പോലും അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു റസിയ. ആദ്യമായി അവളെങ്ങനെ ചോദിക്കുമ്പോൾ അവനെങ്ങനെ വേണ്ടെന്ന് പറയും? കുറച്ചിങ്ങെടുത്തോ, ഞാൻ മോളൂട്ടിയെ വിളിച്ചിട്ട് വരാട്ടോ. അതും പറഞ്ഞ് അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുമ്പോൾ അവൻ്റെ ചുണ്ടുകളൊന്ന് വിടർന്നിരുന്നു. അത്രമേൽ മനോഹരമായൊരു പുഞ്ചിരി. എന്നാൽ റസിയെ ചമ്മിക്കൊണ്ട് നിൽപ്പായിരുന്നു. നാണം അവളുടെ കവിളിനെ ചുവപ്പിച്ചിരുന്നു. റസിയെ തഞ്ചത്തിലൊന്ന് അടുത്ത് കിട്ടാൻ വേണ്ടി അടുക്കളയിലേക്ക് വന്ന സിന്നൂറ കാണുന്ന കാഴ്ച ഷിബിലയും റസിയും സംസാരിച്ചു നിൽക്കുന്നതാണ്. അങ്ങോട്ട് ചൊല്ലാതെ എവിടെ നിന്നും മാറി നിൽക്കുമ്പോൾ അവളുടെ ഉള്ളിലെ പക വീണ്ടും വീണ്ടും എരിഞ്ഞു നീറി ആളിപ്പടരാൻ തുടങ്ങി. അടുക്കളയിൽ നിന്നും ഇറങ്ങി വരുന്നവൻ്റെ ചുണ്ടിലെ പുഞ്ചിരി കണ്ട് സിന്നൂറയ്ക്ക് ഭ്രാന്തി പിടിച്ചു. അവരെന്താവും സംസാരിച്ചിട്ടുണ്ടാവുക? എത്ര നാൾ ഞാൻ പുറകെ നടന്നു. സ്നേഹത്തോടൊരു നോട്ടോ പുഞ്ചിരിയോ അവന് തനിക്ക് തന്നിട്ടില്ലല്ലോ. നിന്റെ മരണം അടുത്തെത്തിയിരിക്കുന്നു റസിയ. ഇതൊരു പക്ഷേ നിങ്ങളുടെ അവസാനത്തെ സംസാരമായിരിക്കും. ഇന്ന് രാത്രി എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും സിന്നൂറ നിന്നെ നിസാമിൻ്റെ മുൻപിൽ എത്തിച്ചിരിക്കും. കടുത്ത പകയോടെ മുരണ്ടു സിന്നൂറ. വൈകുന്നേരം ഒരു 3 മണിയോടെയാണ് ഷിബിലയും ഐഷുമ്മയും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. കൂടെ മോളൂട്ടിയും പോകുന്നുണ്ട്. ഐഷുമ്മ നേരത്തെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് നിഷ്വയും ഹൈറുനീസയും റെഡിയായി നിന്നിരുന്നു. അവൻ ചെയ്തു തരുന്ന ഉപകാരങ്ങൾക്ക് പുറമെ ഇതും കൂടി. തനിക്ക് പൊന്നൊന്നും വേണ്ടെന്ന് ഹൈറു വാശി പിടിച്ചിട്ടും ഐഷുമ്മ സമ്മതിച്ചില്ല. നിങ്ങളെ ഉമ്മ ഈ പെൺമക്കളെ എൻ്റെ മകനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അവരെ പോയിട്ടുള്ളൂ. ഞങ്ങളൊക്കെ ഇല്ലേ? പോയവരെന്തായാലും ഇനി തിരിച്ചു വരാനും പോകുന്നില്ല. വിവാഹമെന്ന് പറയുന്നത് ഈ ജീവിതത്തിലെ അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നല്ല രീതിയിൽ തന്നെ എൻ്റെ മോൻ നടത്തി തരും. നിങ്ങൾ നന്നായി ജീവിക്കുന്നത് കണ്ട് നിങ്ങളെ ഉമ്മയും ഉപ്പയും സ്വർഗത്തിലിരുന്നെങ്കിലും സന്തോഷിക്കട്ടെ മക്കളെ. ആശുമ്മ പറഞ്ഞപ്പോൾ പിന്നെ പുറത്തൊന്നും പറയാതെ ഹൈറു അവരുടെ കൂടെ വരാൻ തയ്യാറായി. ഇത്താത്താക്ക് കഴുത്തിലും കയ്യിലും കാതിലും ഇടാനുള്ള പൊന്ന് സെലക്ട് ചെയ്തത് നഷ്വയാണ്. ആ നിമിഷങ്ങളിലൊക്കെയും അവൾ ഷിബിലിയോടും അഭിപ്രായം ചോദിക്കുന്നുണ്ടായിരുന്നു. ജ്വല്ലറിയിൽ നിന്ന് വരുമായി ഷിബിലിയുടെ ഷോപ്പിൽ നിന്ന് ഹൈറുവിനെ ഇക്കായനെടുക്കാനുള്ള ഡ്രസ്സ് കൂടി എടുക്കാമെന്ന് തീരുമാനിച്ചാണ് അവർ ഇറങ്ങിയത്. റസിയ! ഒരു ഏങ്ങലോടെയാണ് സിന്നൂറ റസിയുടെ റൂമിൻ്റെ ഡോറ് തള്ളി തുറന്ന് അകത്തേക്ക് വന്നത്. ബെഡിൽ വെറുതെ കണ്ണടച്ച് കിടക്കുകയായിരുന്ന റസിയ അവളെ കണ്ടതും ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. സിന്നൂറയുടെ മുഖത്തെ ഭയവും എപ്രാളവും കണ്ട് റസിയുടെ മുഖം ചുളിഞ്ഞു. എന്ത് പറ്റി സിന്നു? എന്താ നിനക്ക് പറ്റിയത്? റസിയുടെ പകപ്പോടെയുള്ള ചോദ്യം കേട്ടതും തളർച്ചയോടെ ആ ഡോറിലേക്ക് ചാരി നിന്ന് സിന്നു ഇരു കൈകൊണ്ടും വാ പൊത്തി പിടിച്ച് കരയാൻ തുടങ്ങി. സിന്നു, എന്താ നിനക്ക് പറ്റിയത്? എന്താണെങ്കിലും എന്നോട് പറ. റസിയ ആദിയോടെ സിന്നുവിൻ്റെ ചുമലിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് ചോദിച്ചു. റസിയ, എനിക്ക് എങ്ങനെയാണ് പറയേണ്ടതെന്നറിയില്ല. അറിഞ്ഞപ്പോൾ ഞാനകെ തകർന്നു പോയി. നീ വരുന്നോ? നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയി നോക്കാം. ഇന്ന് ഷിബിക്ക് ഒന്ന് കാണാതെ എനിക്ക് വയ്യ മോളെ. കാര്യം എന്താണെന്ന് പറയാതെ അവൾ പൊട്ടിയൊരു കരച്ചിലായിരുന്നു. എന്തൊരു അഭിനയം! റസിയ സ്ഥലകാലബോധമില്ലാതെ നെട്ടിത്തെറിച്ചൊരു നിൽപ്പായിരുന്നു. ഷിബിക്കാക്ക് എന്താ പറ്റിയത്? പറ സിന്നോ, നീ എന്തേ പറയുന്നത്? അത്
അത് ചോദിക്കുമ്പോൾ അവളുടെ ചുണ്ടുകൾ വിറച്ചു. എൻ്റെ ഫ്രണ്ടാണ് വിളിച്ചത്. അവർ ജ്വല്ലറിയിൽ നിന്ന് വരുന്ന വഴി ഒരു ആക്സിഡൻറ്റ്. ഷിബിക്കയുടെ കാറ് ഏതോ ലോറിക്കിട്ട് ഇടിച്ചെന്നോ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ചിന്നൂറയെ കേട്ട് നിൽക്കുമ്പോൾ റസിയയുടെ നെഞ്ചിലൊരു നടുക്കം വന്നൊടുക്കി. അല്ലാ! ഉള്ളിലെഞ്ഞവൾ നെഞ്ചിൽ കൈവച്ച് വിളിച്ചുപോയി. നീ കാത്തോളണേ റബ്ബേ. എൻ്റെ കാതുകൾ കേട്ടതൊന്നും സത്യമായിരിക്കരുതേ എന്നവൾ ഹൃദയമൊരുക്കി പ്രാർത്ഥിച്ചു. ദേഹമാകെ ഒരു വിറയൽ പടരുന്നത് പോലെ, തല ചുറ്റുന്നത് പോലെ ആ പെണ്ണിനെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. നിമിഷനേരം കൊണ്ട് അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ തളം കിട്ടി. ആ നിമിഷം അവൾക്കെല്ലാം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. ആ ഒരുവനുള്ളത് കൊണ്ടാണല്ലോ റസിയ ഇന്ന് ജീവനോടെയുള്ളത്. അവന് വല്ലതും സംഭവിച്ചാൽ താനും തൻ്റെ കുഞ്ഞും പിന്നെയില്ല. അത് ഓർത്തതും താനൊരു ചതുപ്പിലേക്ക് താഴ്ന്നു പോവുകയാണെന്ന് തോന്നി അവൾക്ക്. അവരൊക്കെ മൗലാന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്ന് അറിയുന്നത്. തൽക്കാലം സാബിത്ത് ഇതൊന്നും അറിയണ്ട റസിയ. അറിഞ്ഞ പാവം അത് നെഞ്ചുപൊട്ടി മരിച്ചു പോവും. സിന്നൂറ വിതുമ്പി വിറക്കുന്ന അധരങ്ങളെ കൂട്ടിപ്പിടിച്ച് കരച്ചിലുതകി. എനിക്ക് എൻ്റെ ഷിബിക്കയെ കാണണം. കുഴഞ്ഞു വീഴുന്ന തോന്നിയ അവസ്ഥയിലും അവൾ ഇടർച്ചയോടെ പറഞ്ഞൊപ്പിച്ചു. നീ തളരരുത് മോളെ, നമുക്ക് പോവാം. ഞാനേ ഓട്ടോ വിളിച്ചിട്ടുണ്ട്. സാബിത്ത് കിടന്നെന്ന് തോന്നുന്നു. തൽക്കാലം ഇപ്പോഴൊന്നും പറയാൻ നിൽക്കണ്ട. അവിടെ എത്തിയിട്ട് ഞാൻ ഇത്താക്ക് ഫോൺ ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞോളാം. സിന്നൂറ എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും റസിയയുടെ കാതിൽ ഒരു മൂളൽ മാത്രമേ കേൾക്കുന്നുള്ളൂ. അവളുടെ കണ്ണിൽ അപ്പോൾ ഷിബിലയാണ്. അവരുടെ കൂടെ പോകാൻ വാശി പിടിച്ച കുഞ്ഞിപ്പെണ്ണാണ്. തൻ്റെ ഉമ്മയെപ്പോലെ തന്നോട് സ്നേഹം കാണിച്ച ഐഷുമ്മയാണ്. വാ, നമുക്ക് പോവാം, വേഗം വാ. സിന്നൂറ അവളുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. റസിയ മരവിച്ചൊരു പ്രതിമയെപ്പോലെ അവളുടെ പുറകെ ചുവടുവെച്ചു. കണ്ണിൽ നിന്ന് പൊടിഞ്ഞിറങ്ങുന്ന കണ്ണീർ അവളുടെ കവിളിലൂടെ ഒഴുകിക്കൊണ്ടേയിരുന്നു. റസിയ, നീ ഇവിടെ നിൽക്കേ, ഞാൻ ഓട്ടോക്കാരനെ ഒന്നുകൂടി വിളിക്കട്ടെ. പെട്ടെന്ന് വരാൻ പറയണം. റസിയ അടുക്കള മുറ്റത്തേക്ക് ഇറക്കി നിർത്തി സിന്നൂറ കുറച്ചപ്പുറത്തേക്ക് മാറി നിന്ന് ഫോൺ എടുത്ത് നിസാമിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. നിസാം, നീ എവിടെ പോയി കിടക്കുക? നീ വേഗം വാ. പറഞ്ഞതുപോലെ ഞാൻ വാക്ക് പാലിച്ചിട്ടുണ്ട്. റസിയെ ഞാനിതാ മുറ്റത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. പെട്ടെന്ന് വന്നാൽ നിനക്ക് അവളെ കൊണ്ടുപോവാം. വൈകിയാൽ അറിയാലോ. പിന്നെ എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അവളെ രക്ഷകനെത്തിയാൽ പിന്നെ നിനക്കിവളെ ഇവിടെ നിന്ന് ഒരിക്കലും കൊണ്ടുപോകാൻ കഴിയില്ല. ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു സിന്നൂറ. ഏത് നിമിഷവും ഷിബിലി ഇങ്ങോട്ട് വരാം. അവളുടെ കണ്ണുകൾ ഭീതിയോടെ ഗേറ്റിന് നേരെ നീളുന്നുണ്ട്. താങ്ക് യു സിന്നു. തന്നെ ഏൽപ്പിച്ച ജോലി താൻ കൃത്യമായി ചെയ്തു തന്ന ഉപകാരം നിസാം മറക്കില്ല. എൻ്റെ ആളുകൾ അവിടെയുണ്ട്. ഞാനൊന്ന് വിളിക്കേണ്ട താമസമേ ഉള്ളൂ. ബാക്കി അവർ ചെയ്തോളും. നിസാം പൊട്ടിച്ചിരിച്ചു. എന്നാൽ പിന്നെ പെട്ടെന്നായിക്കോട്ടെ. ഫോൺ വെച്ച് സിന്നൂറ റസിയയുടെ നേരെ നോക്കി. അവൾ ആ ഇരുട്ടിൽ നേരത്തെ ഊരിവെച്ച ചെരുപ്പ് വെപ്രാളപ്പെട്ട് തിരിയുകയാണ്. ഒപ്പം മന്ത്രം പോലെ ദിക്റുകളും മുഴയുന്നുണ്ട്. അവർക്കൊന്നും സംഭവിക്കരുതേ എന്ന് ഹൃദയമുരുകി ദുആ ചെയ്യുന്നുണ്ട്. ഹോ, തനി പൊട്ടത്തി തന്നെ. താൻ പറഞ്ഞ കള്ളങ്ങളൊക്കെ ഒരു സംശയവും കൂടാതെ വിശ്വസിച്ചല്ലോ. ഒരു പൊട്ടത്തി. ചിന്നൂരയുടെ ചുണ്ടിൽ വന്യമായൊരു ചിരി തിളങ്ങി നിന്നു. അവൾ റസിയുടെ അടുത്തേക്ക് നടക്കാനൊരുങ്ങിയ അതേ നിമിഷം തന്നെയാണ് ശക്തമായ എന്തോ ഒന്ന് അവളുടെ തലയിൽ വന്ന് പതിക്കുന്നത്. കഠിനമായ വേദനയിൽ സിന്നു ഒന്ന് പുളഞ്ഞുപോയി. ഒന്ന് നിലവിളിക്കാൻ പോലും സമ്മതിക്കാതെ ആരോ അവളുടെ വാ പൊത്തിപ്പിടിച്ചതും കുതറിക്കൊണ്ടവൾ തിരിഞ്ഞു നോക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ആരോ അവളെ പൊക്കിയെടുത്ത് പുറകിലെ വഴിയിലൂടെ നടന്നു കഴിഞ്ഞിരുന്നു. സിന്നൂറ തുറച്ചു വന്ന മിഴികളെ റസിയെ നോക്കി രക്ഷിക്കണേ എന്ന് യാചിക്കും പോലെ. പക്ഷേ റസിയ ഇതൊന്നും അറിയാതെ സിന്നുവിനെ കാത്തു നിൽക്കുകയാണല്ലോ. സിന്നു, നീ ഇത് എങ്ങോട്ടാ പോയത്? ഓട്ടോക്കാരനെ വിളിച്ചില്ലേ നീയെ? സിന്നുവിനെ കാത്തുമടുത്തവൾ ആ ഇരുട്ടിലേക്ക് നോക്കി വിളിച്ചു ചോദിച്ചു. പിന്നെ ചെരുപ്പഴിച്ച് അകത്തേക്ക് കയറി അടുക്കളപ്പുറത്തേക്കുള്ള ലൈറ്റ് ഇട്ട് നോക്കി. സിന്നു നിന്നിടം ശൂന്യമാണെന്ന് കണ്ടതും റസിയ ആകെ പരിഭ്രമിച്ചു പോയി. സിന്നു എവിടെ? അവൾ തന്നെ കൂട്ടാതെ പോയോ? റസിയ എന്ത് ചെയ്യണമെന്നറിയാതെ ആ തിണ്ണയിലേക്ക് ഇരുന്നു പോയി. അത്രമേൽ അവളുടെ ദേഹം തളർന്നു തുടങ്ങിയിരുന്നു. ഗേറ്റ് കടന്നൊരു വാഹനം മുറ്റത്തേക്ക് പ്രവേശിച്ചതും റസിയ വെപ്രാളപ്പിച്ച് എഴുന്നേറ്റു. എത്ര പെട്ടെന്നാണ് അവളുടെ കാലുകൾ അങ്ങോട്ട് ചലിച്ചത്. കാറിൽ നിന്ന് ഇറങ്ങുന്ന ഐഷുമ്മയെയും മോളൂട്ടിയെയും റസിയെ കണ്ടു. അവളുടെ മിഴികൾ ഷിബിലയെ തേടി. അതേ നിമിഷം തന്നെയാണ് അവൾ ഡോറ് തുറന്ന് ഇറങ്ങുന്നത്. കണ്ണുനീർ ഒഴുകി ഇറങ്ങുമ്പോഴും റസിയയുടെ ചുണ്ടുകൾ വിടർന്നു പോയി. അവരുടെ അടുത്തേക്ക് നടക്കുമ്പോഴും പലവട്ടം അവൾക്ക് കാലിടറി. കാഴ്ചയെ മൂടും വിധം കണ്ണുകൾ നിറഞ്ഞൊഴുകി. മോളെ, പതുക്കെ സൂക്ഷിച്ച്. മറ്റൊന്നിനെയും വകവെക്കാതെ ഓടി വരുന്ന പെണ്ണിനെ കണ്ട് ആകുലതയോടെ പറഞ്ഞു ഐഷുമ്മ. ഉമ്മ, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? അവൾ നിരഞ്ഞൊരു ചിരിയാലെ 3 പേരെയും നോക്കി.
ഭാഗ്യം, ആർക്കും ഒരു കുഴപ്പവുമില്ല. ഷിബിലിയെ നോക്കുമ്പോൾ അവളുടെ ഹൃദയം വല്ലാതെ തുളുമ്പി. ആ നെഞ്ചിലേക്കൊന്ന് വീണ് അവനെ പുണരാൻ വെമ്പൽ കൊള്ളുന്ന ഹൃദയത്തെ അടക്കി നിർത്താൻ അവൾ പാടുപെട്ടു. ഷിബിക്ക എന്നെന്ന് സ്നേഹത്തോടെ വിളിക്കാൻ തരിക്കുന്നു നാവ്. കണ്ണൊന്ന് കോർത്തതും റസിയ നോട്ടം മാറ്റിക്കളഞ്ഞു. ഇനിയും ആ കണ്ണുകളിലേക്ക് നോക്കിയാൽ തനിക്ക് തന്നെ നഷ്ടപ്പെടുമെന്ന് തോന്നി അവൾക്ക്. റസിയ വേഗം മോളൂട്ടിയുടെ കവളിലും തലയിലുമൊക്കെ സ്നേഹത്തോടെ തലോടി. അപ്പോഴെല്ലാം ഷിബിലി അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. കണ്ണ് നിറഞ്ഞൊഴുകുമ്പോഴും പെണ്ണിൻ്റെ ചുണ്ടിൽ വിടർന്നൊരു ചിരിയാണ്. ഈ പെണ്ണിന് എന്ത് പറ്റി? തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ പോലും മടി കാണിക്കുന്ന ഈ പെണ്ണ് എന്തൊക്കെയാ സ്ഥലകാലബോധമില്ലാതെ ചെയ്യുന്നത്? ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ മോളെ. ഞങ്ങൾക്ക് എന്ത് പറ്റാനാ? അവളുടെ ആ പ്രവൃത്തിയൊക്കെ കണ്ട് അമ്പരപ്പോടെ ഐഷുമ്മ ചോദിച്ചു. നിങ്ങൾക്ക് ആക്സിഡൻറ്റ് പറ്റിയെന്നും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്നും സിന്നൂറ പറഞ്ഞിരുന്നു. ഞാനാകെ പേടിച്ചു പോയുമ്മ. വിങ്ങുന്ന സ്വരത്തോടെ പറയുന്നവളെ നോക്കി അന്തം വിട്ടൊരു നിൽപ്പായിരുന്നു ഐഷുമ്മയും ഷിബിലയും. അവർ തന്നെയാണ് നോക്കുന്നതെന്ന് കണ്ടതും റസിയ കവിളിലേക്ക് പടർന്ന കണ്ണുനീർ അമർത്തി തുടച്ചു. ഐഷുമ്മയും ഷിബിലയും മുഖത്തോട് മുഖം നോക്കി. ഞങ്ങൾക്ക് എന്ന് തന്നെയാണ് അവൾ പറഞ്ഞത് മോളെ? ഐഷുമ്മക്ക് സംശയം. അതെ, നിങ്ങൾക്ക് അപകടം പറ്റി എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് സിന്നൂറ എവിടെ? എത്ര പെട്ടെന്നാണ് അവൻ്റെ മുഖം കോപം കൊണ്ട് ചുവന്നത്. സിന്നൂറ അവളെ തിരയുന്നത് പോലെ ചുറ്റിലും നോക്കി. പിന്നെ അവൾ സംഭവിച്ചതെല്ലാം അവരോട് പറഞ്ഞു. ഷിബിലിയുടെ മുഖം വലിഞ്ഞു മുറുകി. അവനെന്തോ അപകടം മണത്തറിഞ്ഞതുപോലെ കഴിഞ്ഞു. സിന്നൂറ ഈ രാത്രിയിൽ റസിയ എങ്ങോട്ടോ കൊണ്ടുപോകാനുള്ള പരിപാടിയിലായിരുന്നുവെന്ന് അവന് എത്ര പെട്ടെന്നാണ് മനസ്സിലായത്. ചതി, കൊടും ചതി. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? എല്ലാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഷിബിലിയുടെ ചിന്തകൾ പല വഴി പാഞ്ഞു. എന്നാൽ അവൾ പറഞ്ഞ കള്ളവും വിശ്വസിച്ച് കണ്ണുനീരൊലിപ്പിച്ച് തൻ്റെ മുൻപിൽ നിൽക്കുന്ന ആ പെണ്ണിനോട് അവലി തോന്നിപ്പോയി. അതിനോടൊപ്പം ഒരു കുഞ്ഞു ദേഷ്യവും. നീ വല്ലാത്തൊരു അസല പൊട്ടത്തി തന്നെയാണ് കേട്ടോ റസിയ. സിന്നൂറയെന്ന് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ലേ? അവൾ പറയുന്നതൊക്കെ ആരെങ്കിലും കണ്ണും പൂട്ടി വിശ്വസിക്കോ റസിയ? നീ എന്താ ഇങ്ങനെയായിപ്പോയത്? നിന്റെ ജീവിതത്തിൽ സംഭവിച്ച ആപത്തുകളിൽ പലതും നിന്റെ കഴിവുകേട് കൊണ്ട് നീ വരുത്തി വെച്ചത് തന്നെയാണ് റസിയ. ചതിയും കള്ളവും മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കിനി എന്നാണ് വളരുന്നതാവോ? എത്ര കിട്ടിയാലും പഠിക്കാത്തൊരു സാധനം. ഇനിയൊന്നും പറയാനില്ലെന്ന പോലെ ദേഷ്യപ്പെട്ടവൻ കാറിലുണ്ടായിരുന്ന കവറുകളെടുത്ത് ഡോറടിച്ച് അകത്തേക്ക് നടന്നു. അവൻ്റെ ദേഷ്യം കണ്ട് റസിയയുടെ മുഖം വാടിക്കുനിഞ്ഞു പോയി. മോളെ, സിന്നൂറയുടെ സ്വഭാവം എനിക്ക് അറിയാവുന്നതല്ല മോളെ. കള്ളം പറഞ്ഞ് അവൾക്ക് എന്തൊക്കെയോ നിന്നിൽ നിന്ന് നേടിയെടുക്കാണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് എടുത്തു ചാടി പുറപ്പെടും മുമ്പ് സത്യം എന്താണെന്ന് നീ അന്വേഷിക്കണം മോളെ. അല്ലെങ്കിലേ പല ചതിക്കുഴിയിലും ചെന്ന് വീഴും. ഇതിപ്പോൾ കൃത്യസമയത്ത് ഞങ്ങളിങ്ങ് വന്നതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. എന്തോ വലിയൊരു ആപത്തിൽ നിന്ന് അവളെ രക്ഷിക്കാൻ കഴിഞ്ഞതുപോലെ പറഞ്ഞു ഐഷുമ്മ. റസിയ അവരെ കേട്ട് പകപ്പോടെ നിന്ന് പോയി. ഹോ, ആ നശിച്ച പെണ്ണ് ഞങ്ങൾ ചത്തെന്ന് പറഞ്ഞില്ലല്ലോ. അത് തന്നെ ഭാഗ്യം. ഐഷുമ്മ അകത്തേക്ക് നടക്കുമ്പോൾ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. മുഖമെല്ലാം മൂടിക്കെട്ടിയ രണ്ടുപേര് ചേർന്നാണ് സിന്നൂറയെ വിജനമായൊരു സ്ഥലത്തെ ഒഴിഞ്ഞുകിടക്കുന്ന ബിൽഡിങ്ങിലേക്ക് എത്തിയത്. അത്രയും നേരം തല്ലിപ്പിടിച്ച് കുതറിയിരുന്നവൾ ഇനി എതിർക്കാൻ കഴിയാതെ ദുർബലമായി പോയിരുന്നു. ഒരു മരത്തിൻ്റെ ചേറിലേക്ക് ഇരുത്തി ഒന്ന് അനങ്ങാൻ പോലും സാധിക്കാത്ത വിധം അവളെ കയറുകൊണ്ട് ബന്ധിച്ചു അവർ. നിസാംബായ്, ആ പെണ്ണിനെ നിങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിലൊരുത്തൻ ഫോണെടുത്ത് നിസാമിനെ വിളിച്ചു. താങ്ക്സ് ഹക്കീം, നിനക്ക് തരാമെന്നായിട്ട് തുക ഞാൻ ഇപ്പോൾ തന്നെ അയക്കാം. നന്ദിയോടെ പറഞ്ഞു നിസാം. ഇനി ഞങ്ങൾ എന്താണ് വേണ്ടത് ബായ്? അവളെ എങ്ങെ തീർത്തേക്കട്ടെ ബായ്? അതിലൊരുത്തൻ ആവേശം കയറിങ്ങ് ചോദിച്ചു. സിന്നൂറ ഞെട്ടിത്തെറിച്ചു പോയി. ആ അവസ്ഥയിലും മിഴി തുറിച്ച് അവരോട് എന്തോ പറയാൻ ശ്രമിച്ചു സിന്നൂറ. ഓ ആയിക്കോട്ടെ. നിസാം എന്താണ് അയാളോട് പറഞ്ഞത് എന്നറിയില്ല. അയാൾ ഫോൺ കട്ടാക്കി അവളുടെ നേരെ നോക്കി. എന്നെ കൊല്ലരുത്, നിങ്ങൾക്ക് ആൾ മാറിപ്പോയി. സിന്നൂറ മുരണ്ടു. അതവർക്കൊട്ടും മനസ്സിലായില്ല. അടങ്ങിയിരിക്കടി. അതിലൊരുത്തൻ അവളുടെ കവിളടക്കി ഒന്ന് പൊട്ടിച്ചു. സിന്നൂറക്ക് വായിൽ നിന്ന് ചോര വന്നു. ഒന്ന് കരയാൻ പോലും നിവർത്തിയില്ലാതെ നിസ്സഹായിപ്പോയി അവൾ. ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയ നിമിഷം അവളെ കൊന്നുകളയുമെന്ന് തോന്നിപ്പോയ നിമിഷം അവൾ റസിയെ ഓർത്തു. ഒരു പാവം പെൺകുട്ടി. അവൾ തന്നോട് എന്തെങ്കിലും ദ്രോഹം ഇതുവരെ ചെയ്തിട്ടുണ്ടോ? ഷിബിക്കയോടുള്ള സ്വാർത്ഥമായ ഇഷ്ടം കാരണം താൻ അവളെ എങ്ങനെയെങ്കിലും വേദനിപ്പിച്ചിട്ടോ? എന്നിട്ടും അവൾ എന്നോട് ദേഷ്യപ്പെട്ടൊരു വാക്ക് പോലും പറഞ്ഞിട്ടുണ്ടോ?
തൻ്റെ ആങ്ങൾ അവളെ എത്ര ക്രൂരമായാണ് ഉപദ്രവിച്ചത്. അതിൻ്റെ പേരിൽ ഒരു തരിമ്പ് പോലും അകലം അവൾ തന്നോട് കാണിച്ചിട്ടുണ്ടല്ലോ. ഇല്ല. സിന്യൂറ റസിയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അവളുടെ ഉള്ളിൽ മുളച്ചുയർന്ന ചോദ്യങ്ങൾക്കെല്ലാം ഒരേ ഉത്തരം: ഇല്ല. റസിയ പാവമായിരുന്നു. എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയുന്നൊരു പെണ്ണ്. അതുകൊണ്ടല്ലേ താൻ പറഞ്ഞ കള്ളം വിശ്വസിച്ച് ആ രാത്രിയിലും അവൾ തൻ്റെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറായത്. അവൾക്ക് വേണ്ടി ആദ്യമായി സിന്യൂറയുടെ കൽബ് വേദനിച്ചു. അവളുടെ കണ്ണിൽ കുറ്റബോധത്തിൻ്റെ നീരുറവ കിനിഞ്ഞു. റസിയെപ്പോലൊരു പെണ്ണിനെ ചതിക്കാൻ കൂട്ടുനിന്ന തനിക്ക് മരണത്തിൽ കുറഞ്ഞൊരു ശിക്ഷയില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ഏത് നിമിഷവും മരണം തന്നെ തേടിയെത്തും. ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ സിന്യൂറ മനസ്സുകൊണ്ട് ഒരുങ്ങിക്കഴിഞ്ഞു. ഷിബിലി ദേഷ്യപ്പെട്ടതോർത്ത് റസിയയ്ക്ക് സങ്കടം തന്നെയായിരുന്നു. എല്ലാം തൻ്റെ തെറ്റ് തന്നെയാണ്. ഇറങ്ങി പുറപ്പെടും മുമ്പ് സാബിത്തയോടെങ്കിലും ഒരു വാക്ക് ചോദിക്കാമായിരുന്നു. ശാന്തമായി ഉറങ്ങുന്ന കുഞ്ഞിപ്പെണ്ണിനെ നന്നായി പുതപ്പിച്ചവൾ പതിയെ എഴുന്നേറ്റു. തുറന്നിട്ട ജനാലക്കരികിൽ വന്ന് വെറുതെ പുറത്തേക്ക് നോക്കി നിന്ന അവളുടെ വാതിൽ പതിയെ തുറന്നൊരുവൻ അകത്തേക്ക് കയറിയത് പോലും അവൾ അറിഞ്ഞില്ല. റസിയ! ആരെ തന്നെ വിളിക്കുന്നതറിഞ്ഞു. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വരം. ആ സ്വരമൊന്ന് കേട്ടാൽ മതി കാതുകൾ കുളിർക്കാൻ, മനസ്സിൽ മഞ്ഞുപൊഴി പെയ്യാൻ, അതിരങ്ങൾ തേനൂറും പുഞ്ചിരി പൊഴിക്കാൻ. അവനെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ തോന്നിയ അതേ നിമിഷം തന്നെ വഴക്ക് പറഞ്ഞതിന് അവനോടൊരു കുഞ്ഞു പരിഭവം തോന്നി അവൾക്ക്. റസിയ! അവൻ വീണ്ടും വിളിച്ചു. റസിയയ്ക്ക് തിരിഞ്ഞു നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. കയ്യിൽ ഒരു കവറും പിടിച്ച് വാതിൽക്കൽ തന്നെ നിൽപ്പുണ്ടവൻ. ഇപ്പോൾ ആ മുഖത്ത് നേരത്തെ കണ്ടതുപോലെയുള്ള ഗൗരവമില്ല. റസിയ അവൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. മിഴികൾ തമ്മിൽ ഇടഞ്ഞുപോയ നിമിഷം രണ്ട് ഹൃദയം എന്തിനു വേണ്ടി തുടിച്ചു. റസിയ, ഇത് തനിക്കുള്ള ഡ്രസ്സാണ്. മോളൂട്ടിക്കും ഉണ്ട് ഒരെണ്ണം. അവൻ അവളുടെ അടുത്തേക്ക് വന്ന് കയ്യിലുള്ള കവർ അവളെ ഏൽപ്പിച്ചു. അവൾക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. പക്ഷേ അവനെങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ നാവൊന്ന് അനക്കാൻ പോലും തനിക്ക് കഴിയുന്നില്ലല്ലോ. തുറന്നു നോക്കുന്നില്ല. ഇഷ്ടപ്പെട്ടൊന്ന് നോക്ക്, ഇല്ലെങ്കിലേ നമുക്ക് വേറെ മാറ്റിയെടുക്കാം. അവളുടെ ആ പരിഭ്രമിച്ചുള്ള നിൽപ്പ് ആസ്വദിച്ചു കൊണ്ടവൻ പറഞ്ഞു. അത് ഞാൻ പിന്നെ നോക്കിക്കോളാം. അവനെങ്ങനെ അടുത്ത് നിന്നാൽ തൻ്റെ ഹൃദയം മിടിച്ചിപ്പോൾ പൊട്ടിപ്പോകുമോ എന്ന് പേടി തോന്നിപ്പോയി അവൾക്ക്. അവളുടെ മേൽച്ചുണ്ടിന് മുകളിലും മൂക്കിൻ തുമ്പിലും വിയർപ്പുമുട്ടുകൾ വിരിഞ്ഞു. ഇഷ്ടമായില്ലെങ്കിൽ പറയണം കേട്ടോ. അവൻ ആ മുഖത്ത് നിന്ന് നോട്ടം മാറ്റാതെ പറഞ്ഞു. പറയാം. അതിന് മറുപടിയായൊന്ന് മുളുക മാത്രം ചെയ്തവൾ. അതിന് എങ്ങനെയുള്ളതാണെങ്കിലും അത്രമേൽ പ്രിയപ്പെട്ടൊരാൾ വാങ്ങിത്തരുന്നതെന്നും തനിക്ക് പ്രിയപ്പെട്ടതാവുമെന്നവൾ മനസ്സിലോർത്തു. ഇഷ്ടമായാലേ നാളെ അലിക്കയുടെ മോളെ കഴിക്കാനെ ഇത് തന്നെ അണിഞ്ഞോട്ടോ മേമിയും മോളും. അവൻ പറഞ്ഞപ്പോൾ അതിനെ ഒന്ന് തല അനക്കി അവൾ. നേരത്തെ ഞാൻ വഴക്ക് പറഞ്ഞതിന് തനിക്ക് വിഷമമായോ റസിയ? അവൻ്റെ നേർത്തുപോയ സ്വരം കാതോരമെത്തിയിട്ടും അവൾ മുഖമുയർത്തി നോക്കിയില്ല. അവനെ ഏൽപ്പിച്ച കവർ നെഞ്ചോട് ചേർത്ത് ഒതുക്കി പിടിച്ചവൾ നിന്നു. പെട്ടെന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോഴേ തന്നെ രണ്ട് പൊട്ടിക്കാനാണ് റസിയ തോന്നിയത്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്ക് രാത്രിയിൽ ചാടി പുറപ്പെടുകയാണോ നീ ചെയ്യേണ്ടത്? അത് ഞാൻ നിങ്ങൾക്ക് അപകടം പറ്റിയെന്ന് പറഞ്ഞപ്പോൾ ആ നിമിഷം അവൾ അനുഭവിച്ച ഹൃദയവേദന അപ്പോഴും അവളുടെ ശബ്ദത്തിലൂടെ വിങ്ങലായി പുറത്തേക്ക് വന്നു. അതവൻ അറിയുകയും ചെയ്തു. അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ പേടിച്ചു പോയോ താൻ? വാത്സല്യത്തോടെയാണ് ഷിബിലി ചോദിച്ചത്. എന്തോ അവളുടെ ആ നിഷ്കളങ്കത നിറഞ്ഞ മുഖത്ത് നോക്കി ദേഷ്യപ്പെടാനൊന്നും അവന് കഴിയുന്നില്ല. റസിയ അവനെ മുഖമുയർത്തി നോക്കി. അവളുടെ മിഴികൾ ചെറുതായൊന്ന് നനഞ്ഞിരുന്നു. ആ നിമിഷം താൻ അനുഭവിച്ച നോവ് അതേ അളവിൽ ഇപ്പോഴും തൻ്റെ നെഞ്ചിനെ പൊള്ളിക്കും പോലെ തോന്നി അവൾക്ക്. ശ്വാസം വിലങ്ങും പോലെ. കണ്ണു തുടക്ക് റസിയ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഞാനുള്ളപ്പോൾ എനിക്ക് എങ്ങനെ അപകടം പറ്റാനാണ് റസിയ? അവൻ പുഞ്ചിരിച്ചു. പെട്ടെന്നൊരു തോന്നലിൽ കൈനീട്ടി അവളുടെ കവിളിലേക്ക് ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടച്ചു കൊടുത്തു ഷിബിലി. റസിയ ഒരു വല്ലായ്മയോടെ അവനെ നോക്കി. കിടന്നോ എന്നും പറഞ്ഞ് അവൻ പോയിട്ടും റസിയ അതേ നിൽപ്പ് നിന്നു. വേണ്ട മനസ്സേ, അർഹതയില്ലാത്ത സ്നേഹം കൊതിച്ചു പോയാൽ നീ ഇനിയും വേദനിക്കേണ്ടി വരും. അരുതാത്ത പലതും ചിന്തിച്ചു കൂട്ടുന്ന മനസ്സിനെ അവൾ ശ്വാസിച്ചു നിർത്തി. എന്നിട്ടും ഉറക്കമെത്താതെ കിടക്കുമ്പോൾ അവളുടെ ചിന്തയിൽ മുഴുവൻ നിറഞ്ഞത് അവൻ മാത്രമായിരുന്നു. എന്നാലും ആ സിന്നൂറ രാത്രിയിൽ എവിടെ പോയി? ബാൽക്കണിയിൽ വന്നിരിക്കുമ്പോൾ ഷിബിലി ഓർത്തു. വീണ്ടും റസിയെ ഷൈജലിന് മുമ്പിൽ കൊണ്ടുപോയി ഇട്ടുകൊടുക്കാനായിരിക്കുമോ അവൾ റസിയോട് കള്ളം പറഞ്ഞ് കെണിയൊരുക്കിയത്? ആയിരിക്കും. നിസാമിൻ്റെ കാർ പണി തീരാത്ത ആ വലിയ ബിൽഡിങ്ങിന് മുമ്പിൽ വന്നു നിന്നു. ഇറങ്ങും മുമ്പേ അവൻ ഫോണെടുത്ത് ഹക്കീമിനെ വിളിച്ചു.
അവൻ താഴെ എത്തിയിട്ടുണ്ട് എന്ന വിവരം അവരെ അറിയിച്ചതും അവൾ താഴേക്ക് വന്നു. നിങ്ങൾക്കുള്ള പ്രതിഫലം ഞാൻ അയച്ചിട്ടുണ്ട്, ഇനി നിങ്ങൾ പൊയ്ക്കോളൂ. ഇങ്ങനെ സംഭവം ഇവിടെ നടന്നിട്ടില്ല, ആരും ഒന്നും അറിയരുത്. നിസാം ഹക്കീമിന് നേരെ നോക്കി. ഇല്ല ബായ്, അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഒരു പൂച്ചക്കുഞ്ഞു പോലും അറിഞ്ഞിട്ടില്ല, ഇനി ആരും ഒന്നും അറിയാനും പോകുന്നില്ല. അവർ നിസാമിന് ഉറപ്പ് നൽകി. അവർ പോയതിനു ശേഷം നിസാം ആ ബിൽഡിങ്ങിന് അകത്തേക്ക് കയറി. അവനെ കണ്ടതും സിന്നൂറയുടെ മിഴികൾ തുറിച്ചു. അവൾ എന്തൊക്കെയോ മുരണ്ടു. മുടിയെല്ലാം പാറിയിരിക്കുന്ന പെണ്ണ് സിന്നൂറയാണെന്ന് ഒറ്റ നോട്ടത്തിൽ നിസാമിന് മനസ്സിലായില്ല. അവൻ പകമുറ്റിയ കണ്ണുകളോടെ അവളെ നോക്കി. കനലെരിയുന്നൊരു നോട്ടം. എടി പെണ്ണെ, അവൻ്റെ വീട്ടിൽ നിന്ന് നീ തടിച്ചു കൊഴുത്തല്ലോ. സിന്നൂറയാണ് അതെന്നറിയാതെ അവളുടെ ഉടലൊന്നാകെ കണ്ണുകൊണ്ട് അളന്നവൻ ചോദിച്ചു. പിന്നെ നീ എന്നെ വെല്ലുവിളിക്കാൻ മാത്രം വളർന്നല്ലേ റസിയ? ചോദിച്ചു തീരും മുമ്പ് അവളുടെ മുഖത്ത് നിസാമിൻ്റെ കൈ ആഞ്ഞു പതിച്ചു. സിന്നൂറ തലയിളക്കി എന്തൊക്കെയോ അവനോട് പറയാൻ ശ്രമിച്ചു. അവനൊന്നും മനസ്സിലായതുമില്ല. നിനക്ക് ഈ കുഞ്ഞിനെ എൻ്റെ മുൻപിലിട്ട് തന്നെ വളർത്തണമല്ലേടി? നിസാം അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. ശ്വാസം വിട്ട് പിടക്കുന്ന സിന്നൂറയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയ നിസാം പകച്ചുപോയി. പെട്ടെന്ന് തന്നെ അവൻ അവളുടെ കഴുത്തിലെ പിടിയയച്ച് മുഖത്തേക്ക് വീണ മുടികൾ വകഞ്ഞു മാറ്റി വാ മൂടിക്കെട്ടിയ തുണി അയച്ചു. സിന്നൂറ ഒന്ന് ശ്വാസം വലിച്ചു വിട്ടു. പിന്നെ നിസാമിനെ ഒന്ന് രൂക്ഷമായി നോക്കി. സിന്നൂറ, നീയോ? നിസാം നെട്ടലോടെ ചോദിച്ചു. അതേടാ നായിൻ്റെ മോനെ. സിന്നൂറയുടെ വായിൽ നിന്ന് കേട്ടാൽ അറക്കുന്ന തെറികൾ തെറിച്ചു വീണു. സോറി സിന്നു, ഞാൻ റസിയാണെന്ന് കരുതി. അടിച്ചതിൻ്റെ കുറ്റബോധം കൊണ്ട് നിസാമിൻ്റെ ശബ്ദം പതിഞ്ഞു. റസിയെ കൊണ്ടുവരാൻ നീ പറഞ്ഞയച്ചവരെ എന്തായാലും മിടുക്കന്മാരാണ്. സിന്നൂറ പുച്ഛത്തോടെ ചിരിച്ചു. ഇൻഷാ അല്ലാ, ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.